ഏഷ്യാനെറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയെ പ്രഖ്യാപിച്ചു. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. സീസൺ 7 ഗ്രാൻഡ് ഫിനാലെയിൽ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ഹെഡ് കൂടിയായ കിഷൻ സർ ബിഗ് ബോസിനെ വിശേഷിപ്പിച്ചത് ഒരു എക്കോ സിസ്റ്റം എന്ന് തന്നെയാണ്. കഴിഞ്ഞ 100 ദിവസങ്ങളിലായി 25ഓളം മത്സരാർത്ഥികൾ മാറ്റുരച്ച ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ വീക്കാണ് കടന്നുപോയത്. ഫിനാലെ വീക്കിലേക്ക് കാലെടുത്ത് വെച്ചത് 7 മത്സരാർത്ഥികളാണ്. അവരിൽ നിന്ന് നൂറയും ആദിലയും മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി. ശേഷിച്ച 5 മത്സരാർത്ഥികളിൽ നിന്ന് ഫിനാലെ ദിവസം നെവിനും അക്ബറും പിന്നീട് ഷാനവാസും ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റഡായി. ശേഷിച്ച 2 മത്സരാർത്ഥികൾ അനീഷും അനുമോളുമായിരുന്നു. ഇവരെ 2 പേരെയും ലാലേട്ടൻ സാധാരണ രീതിയിൽ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് കൈപിടിച്ചാനയിച്ച ബിഗ് ബോസ് ഫിനാലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് അനുമോളെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി ലാലേട്ടൻ പ്രഖ്യാപിച്ചു. ഒപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമണറായി എത്തിയ അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് മലയാളം സീസൺ 7 റണ്ണറപ്പായി മാറുകയും ചെയ്തു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയെ തേടിയെത്തുന്നത് വൻപിച്ച സമ്മാനങ്ങളാണ്. ഒപ്പം ഫൈനൽ 5-ലെത്തിയ മറ്റു മത്സരാർത്ഥികൾക്കും സ്പോൺസേഴ്സിന്റെ ഭാഗമായ മറ്റു ചില സമ്മാനങ്ങൾ ലഭിച്ചു. എന്നാലും വിന്നർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു സീസൺ കൂടി അവസാനമായിരിക്കുന്നു. ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പാണ്. അത് ഇനി എന്ന് ഉണ്ടാകും എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. സാധാരണഗതിയിൽ 1 വർഷത്തിന് ശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസണുകൾ ഉണ്ടാകാറുള്ളത്. ഈ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത, നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള നിമിഷങ്ങൾ ഏത് എന്ന് കമൻറ്റ് ചെയ്യൂ. ഫിനാലെയെക്കുറിച്ചും ഫിനാലെ വീക്കിനെ കുറിച്ചും വിജയികളെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായി കമൻറ്റ് ചെയ്യൂ.